ഓം ഹരിശ്രീ ഗണപതായേ നമഃ. ശ്രീ പരിഷത്തിനുണ്ടായ ശാപവൃത്താന്തം മുതൽ. ചൊല്ലുശേഷം കഥയെന്നിത് സോനകൻ ചൊല്ലിനാനന്ദം ഉൾക്കൊണ്ടു സൂതനും ഭാര്യാപരിഗ്രഹണാഗ്രഹം കൂടാതെ പാരിൽ ജൽക്കാരു സഞ്ചരിക്കും കാലം ഇന്ദ്രാത്മജാത്മജനന്ദനൻ ഭൂപതി ചന്ദ്രാന്വയോത്ഭവൻ നായാട്ടിനു പോയാൽ ദുഷ്ടമൃഗങ്ങളെ നഷ്ടമാക്കി തനിക്കിഷ്ടരോടും വിളയാടുന്ന നേരം അമ്പുകൊണ്ടോടും മൃഗത്തെ തിരഞ്ഞതിൻ പിമ്പേ നടന്നിതു സത്വരം ഭൂപതി. കാണാഞ്ഞു നീളെ തിരഞ്ഞുഴന്നെത്രയും ക്ഷീണനായി വന്നിതു പൈതാഹപീഡയാ. കാണായതപ്പോൾ അവിടെയൊരു മുനി താനേ ഇരിക്കുന്നതേതുമിളകാതെ ഗോപത്സഖന്ദ്രഭേന ശനശീലനാം താപസനായക ശമീകൻ മൗനവ്രതൻ ചോദിച്ചാന മാമുനിയോടു ഞാൻ അമ്പെയ്തു ഭേദിച്ചു പോയ മൃഗത്തെയോ കണ്ടു. താപസനൊന്നു മുരിയാടിയിലന്നേരം ഭൂപതി വീരൻ അഭിമന്യുനന്ദനൻ കോപേന സർപ്പ ശവത്തെ വിൽകൊണ്ടെടുത്തു താപത്തതിനാൽ വരുമെന്നതു ഓരാതെ താപസശ്രേഷ്ഠൻ കഴുത്തിലിട്ടിടിനാൾ. താപവും പിന്നെ നരപതിക്കുണ്ടായി. പാപമിതിനാൽ വരുമെന്നറിഞ്ഞവൻ ശോഭ തേടും പുരി പുക്കിരുന്നിടിനാൽ. അന്നവിധാതാവിനെ കണ്ടനുഗ്രഹം നന്നായി ലഭിച്ചു സുരാലയം പുക്കൊരു ശിഷ്യനാകുന്ന ശമീകസുതനോടും മംഗളാത്മജാകൃശനായ മുനിസുധൻ ചൊന്നാൽ പരിഹാസമോഢതശൃംഗിയും. തന്നെ താതവൃത്താന്തമറിഞ്ഞപ്പോൾ താപസമോടാചമനാദികളും ചെയ്തു ശാപമിട്ടിടിനാൽ. ഭൂപതി തന്നെയും ഇച്ഛെയ്ത കശ്മലനായ നൃപാധിപൻ നിശ്ചയമേഴാം ദിവസം മരിക്കണം. തക്ഷകൻ വന്നു കടിച്ചെന്നരുൾ ചെയ്തു തക്ഷണം താതനെ കണ്ടിവ ചൊല്ലിനാൽ. അപ്പോൾ അറിഞ്ഞു ശമീകൻ ഇവയെല്ലാം ഓർത്തു മകനോടരുൾ ചെയ്തു ഉണ്ണീ, ചെറുപ്പം നിനക്കറിവില്ലൊട്ടും. പുണ്യവനായ ഗുണവാൻ മഹീപതി സപ്തവ്യസനങ്ങളുണ്ടാം നൃപന്മാർക്കതെപ്പേരുമോർക്കിൽ പ്രജകൾ പൊറുക്കണം. ആപത്തിനായുള്ള സപ്തവ്യസനങ്ങൾ ശോഭിക്കയില്ല നൃപോത്തന്മാർക്കേറ്റം. സ്ത്രീ സേവ, ചൂതു, നായാട്ട്, സുരാപാനം, വാക്യപാരുഷം, ദണ്ഡപാരുഷ്യവും ഏഴാമതും അർത്ഥഭൂഷണമായതും എന്നതിൽ നായാട്ടുകൊണ്ടവൻ ബുദ്ധിക്ക് വന്ന വികൽപ്പത്തിനിങ്ങനെ ചെയ്യാമോ? നല്ല രാജാക്കൾക്കൊരു പിഴയുണ്ടാകൽ നല്ലവരോർത്ത് പൊറുക്കുന്നതല്ലയോ? മന്നവനിങ്ങനെ കർമ്മമാകുന്നതും എന്നുടെ ദോഷമല്ലെന്നതു ശൃംഗിയും. എന്നാലും യുദ്ധം ശപിക്കരുതാരെയും വന്നു പോമെന്നാൽ തപസ്സിനു നാശവും. ശിഷ്യനെയും നിജപുത്രനെയും ഗുരു ശിക്ഷിക്ക വേണം വളർന്നാലും ഓർക്ക നീ എന്നരുൾ ചെയ്തു ശമീകൻ. അനന്തരം തന്നെ ശിഷ്യനാം ആ ഗൗരമുഖനോടു തന്നെ രഹസ്യമായി വേറെ അരുൾ ചെയ്താൽ അന്യരായുള്ളവരാരും അറിയാതെ മന്നവനോടിവ ചെന്നു നീ ചൊല്ലുന്നേ. എന്നെ അയച്ചാനവൻ വേഗേന ഹസ്തിനം ചെന്നു പൊക്കുന്നവൻ തന്നോടു ചൊല്ലിനാൻ. എന്നോട് മദ്ഗുരു ചെന്നതു കേട്ടാലും ജ്ഞാനമില്ലാതൊരു ബാലൻ മമസുതൻ ഞാൻ അറിയാതെ ശപിച്ചരുളിയിടിനാൽ. മാരണമായൊരു ശാപം എത്രയും ദാരുണമായ ദൈവഹിതമല്ലോ. തക്ഷകനാകിയ ചക്ഷുശ്രവണനും അക്ഷമൻ എത്രയും സക്ഷിതിപാലക കാനനദാഹകാലേ പുരേ പാണ്ഡവന്മാരെ കുറിച്ചുള്ള വൈരവും ഖാണ്ഡീവചാപ ധരാത്മജനന്ദന താണ്ഡവം ചെയ്യുന്നിതു ഉള്ളിലവനിന്നും ആകുന്ന രക്ഷകൾ ചെയ്തുകൊണ്ടിടുക ഭാഗധേയാനുരൂപം.
അപ്പാലം പിന്നീടും എന്നിവ ചെന്നൊരു ഗൗരമുഖനോട് മന്നവനാം പരിഷിത്തു ചൊല്ലിയിടിനാൾ. ക്ഷുൽപിപാസാദികൾ കൊണ്ടു ബുദ്ധിഭ്രമം അല്പജ്ഞനാമെനിക്കുണ്ടായ കാരണം ദുർഗതി വരാതിരിപ്പാൻ അനുഗ്രഹം അക്കരുണാനിധിക്കുണ്ടായിരിക്കണം. നിർമ്മലൻ ഭരദ്വാജപുത്രാത്മജ ബ്രഹ്മാസ്ത്ര ശക്തിയാ മരിച്ചതു മുന്നമേ മാതാവ് തന്നോട് ഗർഭം തന്നിൽ മാധവൻ ത്രിചക്രമോടും അകമ്പുക്കു പൈതാമഹാസ്ത്രം തടുത്തു രക്ഷിച്ചുടൻ പൈതലാമെന്നെ ജനിപ്പിക്കുകയും ചെയ്താൽ ദ്രോണപുത്ര ബ്രഹ്മാസ്ത്രത്തിങ്കൽ നിന്നും മൽപ്രാണനെ രക്ഷിച്ചു നാരായണൻ ജഗൻ കാരണൻ കാരുണ്യ പീയൂഷവാരിധി ചാരുചരണാംബുജ ശരണം മമ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. ഭക്തപരായണ മൃത്യുനിവാരണേ ഭുക്തിമുക്തിപ്രഭ ശക്തിയുക്തിപ്രഭോ സച്ചിൻ പരബ്രഹ്മമൂർത്തേ പരമാത്മാ അച്യുതാനന്ദ ഗോവിന്ദ മുകുന്ദ ചിത്താലയാനന്ദ കൃഷ്ണ. വിഷ്ണു ഹരേ വിപ്രശാപ തടുക്കാവതില്ല നിർണയം ശില്പുമാനം നിന്തിരുവടി നിൻവരിക്കാകുമോ മുൽപ്പാട് വൃഷ്ണികുല വിനാംശം കൊണ്ടേൻ ഉൾപ്പൂവിലുണ്ടതും വൈഭവം താപകം പണ്ടേ മരിച്ചോരെനിക്കു മരണത്തിങ്കലുണ്ടോ ഭയമിന്നു നന്നായിതത്രയും മുമ്പേ മരണമറിയിച്ചതുമെനിക്കൻ പെരുമാൾ തന്നനുഗ്രഹം നിശ്ചയം. ആനന്ദബാഷ്പമോടു ഗദ്ഗദാക്ഷരവാണികളോടും രോമാഞ്ചവും പൂണ്ടവൻ സച്ചിൻ പരബ്രഹ്മണിലേച്ചാനന്ദം നിശ്ചലനായി മുഹൂർത്തം നിന്നരുളിയിടിനായി. ബുദ്ധിയും ബ്രഹ്മപൂർണാപ്തിയും നിന്നുടൻ ഉദ്ധരിപ്പിച്ചു ലോകാത്മനാ ചൊല്ലിനാൻ. സർപ്പം കടിച്ചു മരിച്ചാൽ ഗതിയില്ലെന്നിവി ഭൂതലത്തിങ്കലുണ്ടു ജനശ്രുതി വിപ്രശാപത്തിന് പിൽപ്പോട് നല്ലാതെന്ന അല്പേതരജ്ഞന്മാർ ചൊല്ലിയും കേൾപ്പുണ്ടു. ദുഃഖവും സൗഖ്യവും മൃത്യുവും ജന്യവും സ്വർഗനരകജരാ നരസീതോർണം ഇത്യനേക ദ്വന്ദ്വാജലങ്ങൾ മിഥ്യ അത്രേ മഹാമായാഗുണവശാൽ അദ്വയൻ അവ്യയൻ പൂർണ്ണനേകൻ പരൻ നിത്യൻ നിരൂപകൻ നിർഗുണൻ നിഷ്കളൻ നിശ്ചലൻ നിർമ്മലൻ നിസ്പൃതൻ നിർമ്മലൻ അച്യുതൻ ആനന്ദൻ അനന്താനന്ദാത്മാ നിർവികാരൻ നിരാകാരൻ നിരാധാരൻ നിർവികൽപ്പൻ നിരാഖ്യാനൻ നിരാമയൻ സത്യജ്ഞാനൻ അനന്താനന്ദമൃതാത്മതം കൃത്യകർത്ത ഭർത്താൽപിത വേദസ്വരൂപൻ വേദാർത്ഥ സമ്രാജൻ വേദാംഗ വേദാന്ത വേദ്യൻ പരൻ ഗൂഢൻ പരമൻ പരാപരനീശ്വരൻ കൂടസ്ഥൻ അവ്യക്തൻ അനാദിനാഥൻ ശിവൻ ശാന്തൻ ആത്മാരാമൻ പ്രിയൻ ജഗൻ കാന്തനാത്മപ്രദൻ വിശ്വപതിഹരി കൃഷ്ണൻ യദുപതി സൽപതി വൃഷ്ണി കുലപതി പത്മാലയാപതി വിഷ്ണുനരാപതി വൃന്ദാരപതി വിഷ്ണുപതി ശൗര്യധർമ്മപതി വിള യജ്ഞപതി പാണ്ഡുപുത്രഗതിപതി സുജ്ഞാനിനം പതി തേവൻ പശുപതി ഗോപതി ജനപതി ഗോപകുലപതി പത്മവിലോചനൻ ദേവകീനന്ദനുള്ളിൽ വാഴുന്ന ദേവദേവൻ തനിക്കത്തോരെല്ലാവരും പാപിയോര അപരാധിയാമെന്നോട് കോപമുണ്ടാകാതനുഗ്രഹിക്കണമേ. നിക്ഷണം മാനസമസ്കാരങ്ങൾ പിന്നെയും പൃഥ്വീപതി ചെയ്തു ഉച്ചാനവനെയും തക്ഷകൻ വാരാസ്മിതൻ നൃപതിയും തക്ഷപ്രവരെയൊക്കെ വരുത്തിനാൽ കൽപ്പിച്ചേതൈക ശൃംഭാഗ്രേതുതൻ്റെ ശില്പപ്രസാദവും തൽപ്രദേശങ്ങളിൽ കാകോദാസുഹ സിജാസൗഷധങ്ങളും കാകേതുനാശ മന്ത്രങ്ങളും
മൃത്യുജ്ഞയക്രിയാതൽപരരായ പൃഥ്വിസ്മതയും മാമുനിമാരെയും ചുറ്റുമിരുത്തി അതിന്മേലിരുന്നതു പറ്റിലറ നൽകാനനാം വിഷ്ണുതാതൻ നൃപൻ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ നമഃ. ഓംകാരപ്പൊരുളായ ജഗജ്ജനനി നിൻ പാദസ്മരിച്ചന്യകം ശങ്കാഹീനമുരച്ചിടും സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥ ഖണ്ഡോത്കടം നാനാഖ്യാതക കേസരം ഹരികഥാ സംബോധനം ബോധിതം ലോകേ സജ്ജന ഷഡ്പദൈർഹരഃ പേപീയമാനം മൃദാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ.